ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ സൂം മീറ്റിങ്ങിലായിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും, ലീഡ് ചെയ്യുന്ന സഹോദരിക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ ആദ്യമേ ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4:6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4:6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. 6-ാം അധ്യായം 4:6 വാക്യത്തിൽ കൽപ്പന പോലെയാണ് ഇവിടെ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. 6-ാം വാക്യത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 7-ാം വാക്യം നാം വായിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി, നാം അത് ചെയ്തു കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളെ ഇവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. സ്ത്രീകൾക്ക് പൊതുവെ ഉള്ള ഒരു കാര്യമാണ് വിചാരപ്പെടുക എന്നുള്ളത്. നമ്മുടെ ഓരോ വ്യക്തികളെ എടുത്താൽ, സ്ത്രീജനത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരു കാര്യമില്ലെങ്കിലും ചെറിയൊരു കാര്യത്തിന് പോലും നമ്മൾ എന്ത് ചെയ്യും, വിചാരപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ, അത് സുവിശേഷ വേലക്കാരായ നമ്മളുടെയും ജീവിതത്തിൽ അപ്രകാരം കടന്നു വരുന്ന അനുഭവം ഉണ്ട്. ഒന്നെങ്കിൽ സഭയിലെ കാര്യങ്ങളായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. എങ്ങനെ മുൻപോട്ട് പോകും, ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ മുൻപോട്ട് പോകും, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കാം, കുടുംബത്തിലെ കാര്യങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ജോലി കാര്യങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കാം, ഏതു വിഷയമായിരിക്കോട്ടെ. നമ്മൾ ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം നമ്മളെ ഭാരപ്പെടുത്തുന്നത്, വിചാരപ്പെടുത്തുന്നത്. എന്തും ആയിക്കോട്ടെ, ജനത്തിനുള്ള ഒരു പ്രത്യേക ഒരു കാര്യം ആണ് വിചാരപ്പെടുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി നമ്മളെപ്പോഴും വിചാരപ്പെട്ടുകൊണ്ടിരിക്കും. ഈ വിചാരപ്പെടുന്നതിനെ കുറിച്ച് കർത്താവ് മത്തായി സുവിശേഷത്തിൽ 6-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിചാരപ്പെടുന്നതിനെ കുറിച്ച് കർത്താവ് പറയുന്നത്, ആകാശത്തിലെ ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. അതുപോലെ തന്നെ 27-ാം വാക്യത്തിൽ പറയുകയാണ്, വിചാരപ്പെടുന്നതിന് തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. വിചാരപ്പെടുന്നത് കൊണ്ട് തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയില്ലെന്ന് കർത്താവ് പറയാണ്. സർവശക്തനായ ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിഷയത്തിനും പരിഹാരം വരുത്തുവാൻ കഴിയുള്ളൂ എന്ന് വ്യക്തമായി ഇവിടെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഉപജീവന കാര്യങ്ങളെ ഓർത്ത് നമ്മൾ വിചാരപ്പെടുന്നവരാണ്. അങ്ങനെ നാം വിചാരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്വസ്ഥത, നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുകയാണ്. നമ്മൾ വിചാരപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ സ്വസ്ഥയും സമാധാനം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വിചാരപ്പെടുന്ന മുഖാന്തരം കാണുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ബലമായിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ബലമായിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിലെ സന്തോഷം നഷ്ടപ്പെടാതെ കാത്തുകൊള്ളണമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ വിചാരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം.
എനിക്കൊരു വിചാരങ്ങളുമില്ല, ഒരു ചിന്തയുമില്ല എന്ന് പറഞ്ഞ് നടിച്ചു നടക്കുവാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. കാരണം മനുഷ്യരായതുകൊണ്ട് നമുക്കെപ്പോഴും എന്തെങ്കിലും ഒരു വിചാരങ്ങളോ പ്രയാസങ്ങളോ കടന്നു വരും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അത് അനുഭവിക്കുകയും നേരിടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് നടിച്ചു നടക്കുവാൻ പറ്റത്തില്ല. എന്നാൽ എന്ത് ചെയ്യണം? എന്നാൽ സ്തോത്രത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക അത്ര വേണ്ടത്. എപ്പോഴാണ് നാം ഒരു വ്യക്തിക്ക് താങ്ക്സ് പറയുന്നത് അല്ലെങ്കിൽ നന്ദി പറയുന്നത് എന്ന് പറഞ്ഞാൽ, അവർ ഒരു കാര്യം നമുക്ക് വേണ്ടി, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ഒരു വ്യക്തി നമുക്ക് ഒരു ഉപകാരം ചെയ്താൽ നമ്മൾ അവരോട് നന്ദി പറയാറുണ്ട്. ആ തന്നു കഴിഞ്ഞാൽ, ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നന്ദി പറയുന്നത്. എന്നാൽ നാം ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുമ്പോൾ, പ്രാർത്ഥനയിൽ അടുത്തു വരുമ്പോൾ, ആ വരുന്ന സമയത്ത് തന്നെ നന്ദിയോടുകൂടെ നാം ചൊല്ലണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വഴിയായിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, യേശു മാർത്തയും മറിയയും കുറിച്ചും പറയുന്നത് നമുക്കറിയാം. സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. നല്ലവരായ 2 സഹോദരിമാരെ കുറിച്ച് കർത്താവ് പറയുന്നത്. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു ായിട്ട് നമുക്ക് കർത്താവ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ മറിയയെക്കുറിച്ച് പറയുന്നത്, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ വായിൽ നിന്നും വരുന്ന മൊഴികളെ അവൾ സംഗ്രഹിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അവ എൻ്റെ പാദപീഠത്തിൽ ഇരുന്ന കർത്താവിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട് അവൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. 2 സഹോദരിമാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവർ നല്ല സഹോദരിമാരാണ്. എന്നാൽ 2 അവസ്ഥകളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പലതിനെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു സഹോദരിയാണ് മാർത്തയെങ്കിൽ, കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി, കർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കി, കർത്താവിൻ്റെ വചനങ്ങളെ ശ്രദ്ധിച്ച് അതിനെ സംഗ്രഹിക്കുന്ന, പാദപീഠത്തിലിരിക്കുന്ന ഒരു മറിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നാം ദൈവസന്നിധിയോട് അടുത്തു വരുമ്പോൾ നമ്മുടെ വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, അപേക്ഷയോടെ, സ്തോത്രത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ നാം അടുത്ത് ചെല്ലണം. കാരണം നമ്മുടെ പിതാവ്, നമ്മുടെ കർത്താവ് നല്ല ആയതുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാൻ മനസ്സുള്ള ഒരു ദൈവമാണ്. നമ്മുടെ ഏതൊരു വിഷയമായിക്കോട്ടെ, നാം ഒരു വിഷയമായിട്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നന്ദിയോടുകൂടെ ചെല്ലുവാൻ കഴിയണം. ഹല്ലേലൂയ. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരീക്ഷത്തെ തന്നെ മാറ്റുവാനിടയായി തീരും. നാം ദൈവസന്നിധി, കർത്താവേ നീ ഈ വിഷയത്തിന് വേണ്ടി എനിക്ക് പ്രവർത്തിച്ചിരിക്കാൽ സ്തോത്രം, ദൈവം എനിക്ക് വേണ്ടി ചെയ്തിരിക്കാൽ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നാം ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരീക്ഷത്തെ മാറുവാനിടയായി തീരും. വിചാരപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥകളെ മാറുവാനിടയായി തീരും. പ്രാർത്ഥനയുടെ ശൈലിയെ മാറുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രത്തോടുകൂടി ഹല്ലേലൂയ ലഭിക്കുന്നതിന് മുന്നേ നന്ദിയോടുകൂടെ നാം ചെല്ലണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നീ ഈ വിഷയത്തിൽ പ്രവർത്തിച്ചിരിക്കാൽ സ്തോത്രം, നന്ദി പറയുന്നു കർത്താവേ എന്ന് നമുക്ക് പറയാം. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയണം. നാം തന്നെ സ്വയമായി കൈകാര്യം ചെയ്യുവാൻ ഇടവരുത്. നമ്മുടെ ഹൃദയത്തിൽ അത് വെച്ചുകൊണ്ടിരിക്കുവാൻ പാടുള്ളതല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വലിയ ഭാരം മറ്റൊരാളിലേക്ക് നാം ഇറക്കി വെക്കുന്നത് പോലെ ഹല്ലേലൂയ നമ്മുടേതായ വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നാം കൊടുക്കുവാനിടയായി തീരണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ ഇതിന്മേൽ പരിഹാരം അങ്ങാണ്, എനിക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഹല്ലേലൂയ, ഈ വിഷയത്തിൽ അങ്ങ് ഇറങ്ങി വരണമേ, അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രത്തോടുകൂടി അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇറക്കി വയ്ക്കാം. ഹല്ലേലൂയ. നാം അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. 7-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. ഹല്ലേലൂയ, സ്തോത്രം. വലിയൊരു കൈമാറ്റത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ
കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നാം ദൈവസന്നിധി നന്ദിയോടുകൂടെ ചെല്ലുമ്പോൾ, സ്തോത്രത്തോടുകൂടെ വിഷയങ്ങളെ അറിയിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ. വലിയൊരു കൈമാറ്റം അതിൽ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇങ്ങനെ ചെയ്താൽ നമ്മളിലേക്ക് ചിലത് പകരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് ചില കാര്യങ്ങൾ ദൈവം പകർന്നു തരുവാൻ വിശ്വസ്തനായി നമ്മളോട് എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് ആ കർത്താവിന് നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം നമ്മളെ നിറയ്ക്കുവാൻ പകരപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നന്ദിയോട് സ്തുതിക്കുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ നാം ദൈവസന്നിധി നന്ദിയോടുകൂടി അറിയിക്കുമ്പോൾ, നന്ദിയോടുകൂടെ സ്തോത്രത്തോടുകൂടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ചെല്ലുമ്പോൾ, അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴിയാണെന്ന് മനസ്സിലാക്കി ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. പകരപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നാം തന്നെ അത് കൈകാര്യം ചെയ്യുന്നത് നല്ല കാര്യമല്ല. അത് നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്നതാണ്, നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്നതാണ്. നമ്മുടെ വിഷയങ്ങൾ, കഷ്ടങ്ങൾ അവിടെ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടെ നിന്നുകൊണ്ട് നന്ദിയോടുകൂടെ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിക്കുമ്പോൾ അപ്പോൾ തന്നെ ഉത്തരം ലഭിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ അളവ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നൽകുവാൻ ഇടയാകുകയാണ്. അതൊരു ദൈവിക പ്രവൃത്തിയായി വെളിപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ വിഷയങ്ങളെ നാം ഹല്ലേലൂയ അപ്പോൾ നമ്മുടെ വിഷയങ്ങളെ മറക്കുകയാണ്. ആ സമാധാനത്താൽ നിറയപ്പെടുകയാണ്. അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കി നാം ദൈവവേലയിൽ പ്രയോജനപ്പെടണമെങ്കിൽ ഈ സമാധാനം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നിരന്തരമായി കാവൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ യെശയ്യാ പ്രവചനം 55-ന്റെ 8-ാം പറയുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിചാരങ്ങൾ, ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ, നമ്മുടെ വഴികളെക്കാൾ ഹല്ലേലൂയ ഉന്നതമാണ്. മുൻനിർണയിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസും പറയുകയാണ്, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. അങ്ങനെ നാം ചെയ്തു കഴിയുമ്പോൾ എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്ന് പറയുവാനിടയായി തീർന്നിരിക്കുന്നു. നാമും ദൈവസന്നിധി നമ്മുടെ വിഷയങ്ങളെ സ്തോത്രത്തോടെ നന്ദിയോടെ അറിയിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ ഹിതവും ഇഷ്ടവും മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മുന്നേറുമ്പോൾ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സമാധാനത്തോടെ കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന നമ്മൾ ഓരോ സഹോദരിമാരും കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും.